തഗ് ലൈഫ് സിനിമ റിവ്യൂ. സംവിധാനം മടയജ്ഞം. കമൽഹാസൻ, സിംബു, തൃഷ, അഭിരാമി, ജോ ജോർജ്, അശോക് സലവൻ, അച്ചുലക്ഷ്മി, നാസർ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട വേഷങ്ങളായി വരുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന കാരണമൊക്കെ പറഞ്ഞതിന് മുമ്പ് ആദ്യമേ പറഞ്ഞത് നമ്മളെ മടയജ്ഞം സിനിമയെ പറ്റിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന കുറേ എലമെൻ്റൊക്കെ ഉണ്ട്, വേറെ ആർക്കും കിട്ടാത്ത കുറേ സബ്ജക്റ്റുകൾ. അദ്ദേഹം മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതാണ്. ഈ സിനിമയിൽ മേക്കിംഗ് ആണ് ഏറ്റവും വലിയ കാര്യം. ഗംഭീരമായ മേക്കിംഗ് ആയിരുന്നു ഈ പടം കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കഥയാണെങ്കിൽ ഒരു ക്ലീഷേ കഥയാണ്. നമ്മൾ മുമ്പ് കണ്ടു മറന്ന ജില്ലയായിരുന്നാലും ദളപതി ആയിരുന്നാലും ആ ഒരു രീതിക്കുള്ള ഒരു സബ്ജക്റ്റാണ്. മൾട്ടി സ്റ്റാർ മൂവിയാണ്. അപ്പം നമുക്ക് ഈ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ സിനിമയിൽ പലയിടങ്ങളിലേക്ക് എനിക്ക് നമ്മുടെ ഈ ഒരു ചെക്കച്ചവന്തമാനം, ദളപതി എന്നീ സിനിമകളൊക്കെ ഒരു റെഫറൻസ് കണക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതായി കാണാൻ വേണ്ടി പറ്റി. ചെക്കച്ചവന്തമാന സിനിമയിലെ ആ ഒരു അതിഥി റോയ് ഹിഡാരയുടെയും അരുന്ധസ്വാമിയുടെയും കുറേ സീക്വൻസുകളൊക്കെ ഇല്ലേ, ആ സീക്വൻസുകളൊക്കെ അതേ കണക്ക് ഒന്ന് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. അതേ കണക്കത്തെ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെ വന്ന കണക്കാണ് എനിക്ക് തോന്നിപ്പോയത്. പിന്നെ ദളപതിയെ പറ്റി പറയുകയാണെങ്കിൽ സിംബുവിൻ്റെ കമൽഹാസൻ്റെ കുറേ രംഗങ്ങളുള്ള സമയത്ത് എനിക്ക് ദളപതി സിനിമയുടെ കുറേ റെഫറൻസ് കണക്ക് എനിക്ക് അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലയിടങ്ങളുടെ സമയത്ത് എനിക്ക് നമ്മുടെ അജിത്തിൻ്റെ വിവേകം എന്നൊരു സിനിമയുണ്ട്. ഈ സിനിമയുടെ കുറേ രംഗങ്ങളൊക്കെ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. പിന്നെ ഒരുപാട് രംഗങ്ങൾ അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു മഞ്ഞുമല സീൻ ആയിരുന്നാലും അതിന് മുമ്പുള്ള സീൻ ആയിരുന്നാലും അങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ആ വിവേകം സിനിമയുടെ ഒരു ടച്ച് എനിക്ക് തോന്നിപ്പോയി. പിന്നെ മഴയജ്ഞം സിനിമയിലേക്കുള്ള കുറേ ലൊക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് പൊന്നിയിൻ സെൽവൻ, പിന്നെ കാട്ടുവെളിയുടെ ഈ സിനിമയിൽ ലൊക്കേഷൻസൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. ആ ലൊക്കേഷൻ പരമായിട്ടും ഈ ഒരു കഥ പറഞ്ഞത് ഏറ്റവും മികച്ച കഥ തന്നെയാണ്. ഏറ്റവും പെർഫെക്റ്റായിട്ട് തന്നെയാണ് ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മഴയജ്ഞം കാണിച്ച ആ ഒരു സംഭവം. ആ ഒരു ലൊക്കേഷനിൽ കൂടെയും ഈ ഒരു കഥ ഏറ്റവും മികച്ചമായിട്ട് പറഞ്ഞു. ഇനി പെർഫോമൻസാണ് പറയേണ്ടത്. കമൽഹാസൻ അതേ ആ ഒരു കഥാപാത്രത്തിൻ്റെ കുറേ മാനർസങ്ങളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കര നെഗറ്റീവായിരിക്കും, ചില സമയങ്ങളിൽ ഭയങ്കര ഒരു ഹീറോസ് പരമായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ഒരു മാനർസമൊക്കെ നന്നായിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് പറയേണ്ടത്. അദ്ദേഹം ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രത്തിന് വരുന്ന കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാറ്റങ്ങളൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് ഫലിപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. പെർഫോമൻസിൽ കമൽഹാസൻ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ സിംബുവിനെ പറ്റിയാണ് ഇനി പറയേണ്ടത്. സിലംബരസൻ ഇത്രയും കൊല്ലം ഈ സിനിമയിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മികച്ച താരങ്ങളോടൊപ്പം ഒരുപാട് മികച്ച രംഗങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ലൈക്ക് അഭിരാമി, ജോ ജോർജ്, നാസർ, അച്ചുലക്ഷ്മി, കമൽഹാസൻ ഇത്തരം താരങ്ങളോടൊക്കെ ഒരുപാട് മികച്ച വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റി. ഒടുക്കത്തെ ലുക്കായിരുന്നു സിംബുവിനെ കാണാനായിട്ട്. സിംബുവിൻ്റെ ഒരു കോസ്റ്റ്യൂമും ലുക്കും എല്ലാം വേറെ ലെവലായിരുന്നു. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈലിഷ് ആറ്റിറ്റ്യൂഡൊക്കെ സംഭവം വേറെ ലെവലായിരുന്നു. കോസ്റ്റ്യൂം പിന്നെ ആ ഒരു ഹെയർ സ്റ്റൈലും സിംബു ഗംഭീരമായിരുന്നു. അതിനൊത്ത ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെർഫോമൻസും അഭിനയവും ഉണ്ട് സിംബുവിന് ഒരുപാട് അഭിനയം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി പറയണത് അഭിരാമിയുടെ പെർഫോമൻസാണ്. നമ്മൾ ആരെയും അങ്ങനെ ഒഴിവാക്കിക്കളയരുത്. അഭിരാമിയിൽ നിന്ന് ഒരിക്കലും ഈ സിനിമ ഒരു പെർഫോമൻസ് നമുക്ക് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അഭിരാമിയുടെ പെർഫോമൻസൊക്കെ രണ്ട് കാലഘട്ടങ്ങളിലും രണ്ട് മാനർസങ്ങളും രണ്ട് ഒരു രീതികളും കാര്യങ്ങളൊക്കെ അഭിരാമി നന്നായിട്ട് കാണാൻ പെർഫോമൻസ് വെച്ചിട്ട് പറയാൻ വേണ്ടി പറ്റും. അടിപൊളി പെർഫോമൻസ് അഭിരാമിയുടെ പെർഫോമൻസ്. ആ ഒരു കഥാപാത്രവും വേറെ ലെവലായിരുന്നു. ആ ഒരു കഥാപാത്രം, ആ ഒരു കഥാവിൻ്റെ ഡയലോഗ് ഡെലിവറിയും എല്ലാം സൂപ്പറായിരുന്നു. ആ ഒരു കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന നേരത്തൊക്കെ ആ ഒരു കാണുന്ന ആ ഒരു പെർഫോമൻസൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ തൃഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തൃഷ ഈ ഒരു സിനിമയുടെ അഭിവാജ്യ ഘടകമാണ്. ബ്യൂട്ടി കൊണ്ടും ഗ്ലാമർ കൊണ്ടും ആ ഒരു കഥാപാത്രം വേറെ ലെവലിൽ ഒരു സംഭവം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കഥാപാത്രവും ഈ ഒരു കഥയും തമ്മിൽ നല്ല ഒരു പെർഫെക്റ്റ് മാച്ചിങ് വരുന്നുണ്ട്. അത് വേറെ ലെവലായിരുന്നു. ആ ഒരു കഥാപാത്രം ഈ സിനിമയിലെ ഒരു കഥയുമായിട്ട് ഏറ്റവും സിങ്കാവുന്നൊരു കഥാപാത്രമാണ് ഈ ഒരു തൃഷയുടെ കഥാപാത്രം. ഇത് വേറെ ലെവലായിരുന്നു. പിന്നെ ഇനി പറയേണ്ട ഒരു കാര്യമുണ്ട് അശോക് സലമനെ പറ്റി. ഈ ഒരു കഥാപാത്രം വേറെ ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഈ ഒരു കഥയും പെർഫോമൻസ് തമ്മിൽ ഒട്ടും അങ്ങോട്ട് സിങ്കാവാത്തൊരു കഥാപാത്രം. എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു ജീവയോ സിദ്ധാർത്ഥോ ആരെങ്കിലുമൊക്കെ ഈ വേഷം തരണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയി പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അശോക് സലം വന്നിട്ടാണെങ്കിൽ ഒരു എന്തൊക്കെയോ കാണിക്കുന്നു, ഒരു കഥയും പശ്ചാത്തലം തമ്മിൽ ഒരു ബന്ധമില്ല. നടക്കത്തെ കുറേ രംഗങ്ങളൊക്കെ കാണിച്ചു നടക്കണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു ബന്ധമില്ല ഈ ഒരു പെർഫോമൻസ് ഈ ഒരു കഥയും തമ്മിൽ. ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തൊക്കെയോ പറയുന്നു പോണ്, ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു പോലീസ് ഓഫീസറാണ് പുള്ളി വരുന്നത്. പക്ഷേ എന്നിട്ടും ഒരു പെർഫോമൻസിൽ ഇവർ കഥ തമ്മിൽ ഒരിക്കലും സിങ്ക് ആവുന്നില്ല. പിന്നെ ഇനിയാണ് നാസറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാസർ സ്ഥിരം പരിപാടിയായിരുന്നു.
സ്ഥിരം ഒരു കഥാപാത്രം, ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യമൊന്നുമില്ല, ഒരു സഹനടൻ, ഒരു സപ്പോർട്ടിങ് റോള് കാര്യങ്ങളൊക്കെ പുള്ളി എന്നും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പോഴും ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അശ്വലക്ഷ്മിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അശ്വലക്ഷ്മി ഈ ഒരു സിനിമ ഉണ്ടെന്ന് പോലും അറിയാൻ വേണ്ടി പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലൊക്കെയാണ് അശ്വലക്ഷ്മി ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് ഈ ഒരു കഥാപാത്രം ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രമാണ് ഈ കഥ ഇങ്ങനെ കൊണ്ടുപോകണം. ആ ഒരു കഥാപാത്രമാണ് അശ്വലക്ഷ്മി ചിത്രിച്ചിരിക്കുന്നത്. പെർഫോമൻസ് കൊണ്ട് മികച്ചതായിരുന്നു. അടിപൊളി പ്രകടനം കാണിച്ചിരിക്കുന്നത്. മലയാളം സിനിമയായ പൊന്നിയിൻ സെൽവൻ്റെ ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്തും പൂങ്കുഴലി എന്നൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു ആളാണ് അശ്വലക്ഷ്മി. ആ ഒരു കാര്യം വെച്ചായിരിക്കും ഈ സിനിമയിൽ ഒരു റോൾ കൊടുത്തത്. പക്ഷെ എന്നിരുന്നാലും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചാൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സിനിമയിൽ അശ്വലക്ഷ്മിയുടെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു. പലയിടങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം അശ്വലക്ഷ്മി കാണിക്കാൻ വേണ്ടി പറ്റി. ഇമോഷണലി ആയിരുന്നാലും പെർഫോമൻസ് ലെവലാണ് അശ്വലക്ഷ്മി തകർത്തിട്ടുണ്ടോ പറയാൻ വേണ്ടി പറ്റി. പിന്നെ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ ഒരുപാട് മോട്ടിവേഷൻസൊക്കെ പറയുന്നുണ്ട്. പലയിടങ്ങളിൽ കുറേ മോട്ടിവേഷൻസൊക്കെ ഉണ്ട്. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, അവരെ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക എന്നുള്ള അങ്ങനത്തെ ടൈപ്പുള്ള കുറേ മോട്ടിവേഷൻ സീൻസൊക്കെ ഈ ഒരു കഥാപരമായിട്ട് നമുക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൺവെയിൽ നായകൻ എന്നൊരു സോങ്ങും 5 വർണ്ണ പൂ എന്നൊരു പാട്ടുമുണ്ട്. ഈ പാട്ടും ഈ ഒരു BGM-ഉം അതിൻ്റെ കറക്റ്റ് സ്ഥലങ്ങളിലാണ് പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 5 വർണ്ണ പൂ എന്നൊരു പാട്ടുണ്ട്. ഇതിൽ കമൽഹാസനായിരുന്നാലും സിംബുവിനായിരുന്നാലും 2 പിള്ളേരുണ്ട് ഇതിനകത്ത്, കൊച്ചുകുട്ടികൾ. അവർക്കായിരുന്നാലും ഈ ഒരു അശ്വലക്ഷ്മിക്കായിരുന്നാലും പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന രീതി, AR റഹ്മാൻ്റെ ഒരു വോയിസ് ഏറ്റവും മികച്ച വോയിസ് തന്നെയായിരുന്നു. ആ ഒരു കറക്റ്റ് പ്ലേസ്മെൻറ്റിനകത്ത് ഇത് നന്നായിട്ട് ഒരു കറക്റ്റിടങ്ങളിലാണ് ഈ പാട്ടിട്ടേക്കുന്നത്. വേറെ ലെവൽ ഇമോഷൻസാണ് ആ സമയത്ത്. നമുക്ക് ഭയങ്കര ഒരു വൈബ്രേഷനും ആ ഒരു എക്സ്പീരിയൻസൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ വിൺവെയിൽ നായകൻ എന്ന് പറയുന്നൊരു BGM അതും കറക്റ്റ് സ്ഥലത്താണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് സ്ഥലങ്ങളിൽ കറക്റ്റ് പ്ലേസ്മെൻറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ 2 കണ്ട സമയത്തെ ആ ഒരു താത്തയുടെ ലുക്കിലും മറ്റേ ലോങ് ഹെയറൊക്കെ വളർത്തിട്ട് വന്നിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസൊക്കെ നമുക്കിവിടെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുന്നില്ലേ. സെയിം ലുക്ക് വെച്ചിട്ട് നമ്മുടെ മണിരത്നം ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്, വേറെ ലെവലാണ്. അദ്ദേഹം അടിപൊളിയായിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞു തന്നെയാണ് ഈ ഒരു ഫൈറ്റ് സീക്വൻസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഗംഭീര ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇനി ഈ സിനിമയിലെ ഏറ്റവും ഒരു പ്രധാനമായിട്ടും മാറുന്നത് എല്ലാവരുടെയും പെർഫോമൻസാണ്. എല്ലാവരുടെയും പെർഫോമൻസാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അശ്വസ്ലവൻ ഒഴിച്ച് ആ ഒരു കഥാപാത്രം മാത്രം കുറച്ച് വീക്കായിപ്പോയത്, പെർഫോമൻസ് ഒന്നും ആവാതിരുന്നത്. അതൊഴിച്ച് ബാക്കി എല്ലാവരും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒത്ത രീതിക്കാണ് നിന്നേക്കുന്നത്. പിന്നെ ഒരു ലാഗടിയോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ക്ലീഷേ മാത്രമാണ് ഏറ്റവും ഒരു കാര്യം. കുറേ ക്ലീഷയൊക്കെ കണക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ പഴയ സിനിമകളെ കുറച്ച് റെഫറൻസ്, സ്ഥലങ്ങൾ, ചെക്കച്ചെന്ന് പറഞ്ഞ സീനിലൊക്കെ വെച്ച് കുറേ ഒരു റീക്രിയേഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ഏറ്റവും വലിയതായിട്ട് പോയത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലാഗടിയും കാര്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് എന്താവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെയാണ് പിന്നെ പടം തരുന്നത്. പെർഫോമൻസിലെല്ലാം ലെവലായിരുന്നു. കമൽഹാസൻ, സിംബു, അഭിരാമി, അശ്വലക്ഷ്മി ഇവരൊക്കെയാണ് അതിനകത്ത് മെയിൻ പെർഫോമൻസ് താരങ്ങളൊക്കെ. ആ ഒരു കാര്യങ്ങളെ വെച്ച് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശ വരത്തില്ല. കാരണം ഒരു ലാഗടിയോ വെറുപ്പിക്കലൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുണ്ട്, ജിങ്ക് എന്നൊരു സോങ് ഉണ്ട് ഇതിനകത്ത്. ഈ സോങ് കാണാൻ വേണ്ടിയാണ് പേഴ്സണലി ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി കയറി. എനിക്ക് കാരണം സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയൊരു പാട്ടാണ് ഈ ജിങ്ക് എന്ന ഈ സോങ്. ഈ സോങ് ഫുള്ളൊന്നും ഈ സിനിമയിലില്ല. ഈ പാട്ട് ഒരുപാട് പോർഷൻസ് കട്ടതൊക്കെ മാറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. സാനിയ മൽഹോത്ര ഈ സിനിമ ഒരു പാട്ട് സീനിൽ ഒരു രംഗത്ത് വരുന്ന അധികമൊന്നും ഈ പാട്ടില്ല. കുറച്ച് രംഗങ്ങളെ കാണിച്ചാൽ പിന്നെ കുറേ സംസാരങ്ങൾ, പിന്നെ അതോടുകൂടി കട്ടായിപ്പോണക്കാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ ഒരു ഭയങ്കര നിരാശപ്പെടുത്തിയപ്പോൾ ആ ഒരു കാര്യം കുറച്ചുകൂടെ ആ ഒരു എന്തെങ്കിലും രംഗങ്ങളെ കാണിക്കേണ്ടിരുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ വേറെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇതെല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ഒരു കഥ ക്ലീഷയാണെങ്കിലും ഒരിക്കലും നമുക്ക് ലാഗടുപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് പറഞ്ഞത്. ഈ സിനിമ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ വരത്തില്ല. ധൈര്യമായിട്ട് കാണുക. നിയർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്രയ്ക്ക് ഗംഭീരമായൊരു പടം കാര്യങ്ങൾ തന്നെയാണ്. മേക്കിംഗ് കൊണ്ടൊക്കെ വേറെ ലെവലിൽ ഞെട്ടിക്കുന്നുണ്ട്. ഒരു ലാഗടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ ഒരു ക്ലീഷ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന ഒരു കാര്യം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര മാത്രമേ പറയുള്ളൂ. ഈ ഒരു തഗ് ലൈഫ് എന്ന സിനിമയെ പറ്റി നിയർ തിയേറ്ററിൽ പോയി കണ്ടു നിങ്ങൾക്ക് നല്ല ഒരു കഥാപരമായിട്ട് സിനിമ കാണാൻ വേണ്ടി പറ്റി. പെർഫോമൻസ് കൊണ്ടും എല്ലാം ഞെട്ടിക്കുന്നുണ്ട് ഈ പടം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം കറക്റ്റ് പ്ലേസ്മെൻറ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാട്ടുകളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ആ ജിങ്കിച്ച സോങ് കട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം കഴിഞ്ഞുപോയി. പെർഫോമൻസ് കൊണ്ട് ആശ്വാസനൊഴിച്ച് ബാക്കി എല്ലാവരും ഞെട്ടിക്കുന്നുണ്ടോ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം വെച്ച് ഇതാണ്
തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിയർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു രീതിക്കുള്ള ലാഗോ കാര്യങ്ങളൊന്നും വരത്തില്ല. മികച്ച ഒരു സിനിമ കാണണമെങ്കിൽ നിങ്ങൾ നിയർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയിലെ കുഞ്ഞു റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമകളുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.